السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ഈ വേദി അധ്യക്ഷൻ മുബഷിർ പള്ളിയിലെ സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന നേതാക്കൾ, ഗവൺമെന്റിനായ സർദാർ പന്തലുകൾ ഉൾപ്പെടെ വേദിയിലുള്ള സംസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായാംഗ സുഹൃത്തുക്കൾക്ക് കൃത്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. കേരളത്തിൽ ഓരോ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന മുറ തെറ്റാതെ നടന്നു വരുന്ന ഒരു സമര പരിപാടിയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ നിർവഹിച്ചു വരുന്ന പോരാട്ടത്തിന്റെ ഭാഗമായുള്ള ഒരു സമര മുഖത്ത് തന്നെയാണ് സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകരും ഈ അധ്യയന വർഷാരംഭത്തോടുകൂടി വിവിധ ഘട്ടങ്ങളിലായി സമരമുഖത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന നാടെന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായി എന്ന അഭിമാനത്തോടുകൂടി നാട് നീളെ വിളിച്ചു പറഞ്ഞു ലോകം മുഴുക്കെ അറിയിക്കാൻ തത്രപ്പെടുകയും എന്നാൽ അതിന്റെ ബാക്കി പത്രമായി അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്ന അടിസ്ഥാനപരമായ ബാധ്യത സംസ്ഥാന സർക്കാർ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഏകദേശം 2 പതിറ്റാണ്ടോളമായി കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1998-2000 കാലഘട്ടത്തിലാണ് കേരളത്തിൽ അക്കാലം അത്രയും ഉണ്ടായിരുന്ന പ്രീ ഡിഗ്രി PDC വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി തലത്തിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയ പരിഷ്കരണം എന്ന നിലക്ക് PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അത്തരമൊരു നടപടിയുമായി മുന്നോട്ട് വന്നു. ആ 2000 മുതൽ പ്രത്യേകിച്ചുകൊണ്ട് മലബാറിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിയായ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതിന്റെ കാരണമായിക്കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഏകദേശം 2.5 പതിറ്റാണ്ടോളം അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അന്ന് ഒരുപാട് +2 സ്കൂളുകൾ അനുവദിക്കുകയുണ്ടായി. ആ സ്കൂളുകൾ അനുവദിച്ചപ്പോ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ മതിയായ സ്കൂളുകൾ മലബാർ മേഖലയിലേക്ക് അനുവദിക്കുന്നതിൽ അന്നത്തെ ഭരണകൂടം അക്ഷന്തവ്യമായ നിരുത്തരവാദപരമായ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വടക്ക് കേരളം, തെക്കൻ കേരളം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഏറെക്കുറെ ഒന്നിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ചരിത്രം നിലനിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ വിഭവങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പിറവിയുടെ അന്നത്തെ ഘട്ടം മുതൽ നടന്നു വരുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ് വടക്കൻ കേരളത്തോട് കാണിക്കുന്ന വിവേചനം. സ്കൂളുകൾ അനുവദിക്കപ്പെട്ട സമയത്ത് കേരള പിറവിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ച അന്ന് മുതൽ മതിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലേക്ക് നൽകുന്ന കാര്യത്തിൽ തെക്കൻ കേരളത്തിലെ ആളുകളാണ് അതിന്റെ പിന്നിലെന്ന് നമ്മൾ ആക്ഷേപിക്കപ്പെടുന്നില്ലെങ്കിലും ഭരണാധികാരികളുടെ
നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് മലബാറിന്റെ മേഖലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കേരള പിറവി മുതൽ തന്നെ ലഭ്യമാകാതെ പോയിട്ട് അത് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, അത് ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാലും മറ്റു വ്യവസായ മേഖല എടുത്ത് പരിശോധിച്ചാലും കേരള പിറവി മുതൽ കേരളത്തിന്റെ അവിഭാജ്യ ഘടകമായ മലബാറിനോടുള്ള നിസ്സംഗമായ ഒരു സമീപനം ഇവിടുത്തെ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് കണക്കുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പ്രത്യേകിച്ച് മലബാറിലുള്ളത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളാണ് കൂടുതൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നിൽ നിൽക്കുന്ന, ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോട്ട് പോകേണ്ടി വന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതലുള്ള പ്രദേശം എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ പരിഗണന അന്ന് മുതലേ ലഭിക്കേണ്ടിയിരുന്നത് മലബാറിനായി. പക്ഷെ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരള പിറവിക്ക് ശേഷം വന്ന ഭരണകൂടങ്ങൾ ഓരോന്നാവട്ടെ, ഇടതാവട്ടെ, വലതാവട്ടെ, മലബാറിനോട് കാണിക്കുന്ന ഈ അവഗണനയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ല എന്നതാണ് കഴിഞ്ഞ കാല ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. +2 സ്കൂളുകൾ അനുവദിച്ച സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഒരു ഭാഗത്തേക്ക് വാരി കോരി കൊടുത്തു, എന്നാൽ മറ്റൊരു ഭാഗത്തേക്ക് നാമമാത്രമായ സ്കൂളുകൾ അനുവദിച്ചുകൊണ്ട് ഒരു ചിറ്റമാ നയം കേരളത്തിന്റെ ഭരണകൂടം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അന്ന് +2 സ്കൂളുകൾ അനുവദിച്ചപ്പോൾ മതിയായ സ്കൂളുകൾ ഈ പ്രദേശങ്ങളിൽ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ മലപ്പുറം ജില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ല മറ്റു ജില്ലകളുമായി താരതമ്യപ്പെടുത്തി പരിശോധിക്കുന്ന സമയത്ത് ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ ചുരുങ്ങിയത് 3 ജില്ലയായെങ്കിലും മാറേണ്ട ജില്ലയാണ് എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ല കിട്ടിയ കോലം, അതിനുവേണ്ടി അധ്വാനിച്ച ശ്രമം എത്രയായിരുന്നു എന്നത് വിവരിക്കാൻ കഴിയാത്ത അത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വിഹിതം വെക്കുമ്പോഴും ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിഹിതം വെക്കുമ്പോഴും ഒക്കെ മതിയായ പ്രാതിനിധ്യം ഓരോ പ്രദേശത്തിനും ഉണ്ടാവുക എന്നത് അതിന്റെ മാന്യതയാണ്. ചെറിയ ജില്ലക്കും വലിയ ജില്ലക്കും ഒരേ അളവിൽ അളക്കുന്ന ഒരു സമീപനം, അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന +2 സീറ്റുകളുടെ അപര്യാപ്തത. തെക്കൻ കേരളത്തിൽ വിവിധ ജില്ലകളിൽ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ SLC പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് പഠിക്കാൻ മാത്രം ആവശ്യമായത്ര കുട്ടികൾ ആ സ്ഥാപനങ്ങളിൽ ഇല്ലാത്തതിന്റെ കാരണത്താൽ പലപ്പോഴും നാമമാത്രമായ കുട്ടികളെ ഇരുത്തിക്കൊണ്ടാണ് തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഹയർ സെക്കൻഡറി ക്ലാസുകൾ നടന്നു വരുന്നത്. അവിടെ ഫുൾ A+ കിട്ടിയ കുട്ടിയാവട്ടെ, കുറഞ്ഞ A+ കിട്ടിയ കുട്ടിയാവട്ടെ, അവൻ ഇച്ഛിക്കുന്നത് എന്തോ അതേമാതിരി ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ, കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ അവിടെ സൗകര്യമുണ്ട്. അതേസമയത്താണ് മലബാറിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 3.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ 6-7 ജില്ലകളിലായിക്കൊണ്ട് പഠിക്കാൻ അവസരം ലഭിക്കാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നെട്ടോട്ടമോടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇന്ന് സ്കൂളിന്റെ +2 ക്ലാസുകൾ ആരംഭിക്കുകയാണ്.
ഇവിടെ നമ്മൾ കാണേണ്ട ദൈന്യമായ ഒരു മുഖമുണ്ട്. വീടകങ്ങളിൽ പൊട്ടിക്കരഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ചിത്രം നമ്മുടെ മനോമുഖരത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതി ഫുൾ A+ വാങ്ങിയിട്ട് പോലും ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാത്തതിന്റെ പേരിൽ +2 അഡ്മിഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മലബാറിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ അവരുടെ വീടുകളിൽ നിന്നുകൊണ്ട് ഇന്ന് പൊട്ടിക്കരയുകയാണ് ഇന്നത്തെ ദിവസം. പഠനത്തിന് സൗകര്യം ലഭിക്കാതെ 10-15 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരായ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു ദിനമാണ് ഇന്ന്. അവരുടെ പ്രയാസം, അവരുടെ മനസ്സ് നമ്മൾ കാണേണ്ടതുണ്ട്, സർക്കാർ കാണേണ്ടതുണ്ട്. പഠിക്കാൻ സൗകര്യമൊരുക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതേസമയത്ത് അവിടെ കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 129 സ്കൂളുകൾ ബാച്ചുകൾ മതിയായ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നാമമാത്രമായ വിധത്തിൽ തെക്കൻ കേരളത്തിൽ സ്കൂളുകൾ നമ്മൾ പ്രവർത്തിക്കുന്നു. മതിയായ വിദ്യാർത്ഥികളില്ല. 10 കുട്ടികൾ 15 കുട്ടികൾ ഓരോ കോഴ്സിനും ബാച്ചിനും കുട്ടികൾ മതിയായ കുട്ടികളില്ല. അതിൽ സർക്കാർ സ്കൂൾ 99 എണ്ണമുണ്ട്, ബാക്കിയുള്ളത് എയ്ഡഡ് സ്കൂളാണ്. അതേസമയത്ത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ 65 കുട്ടികൾ. അതും സമീപകാലത്ത് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയുള്ള സമരം നടത്തിയപ്പോ സർക്കാരിന്റെ ഔദാര്യം എന്ന നിലയ്ക്ക് അനുവദിക്കപ്പെട്ട ഏതാനും സീറ്റുകളുടെ വർധനവ് 30% സീറ്റുകൾ. 65 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇവിടുത്തെ ഹയർ സെക്കൻഡറിയുടെ അവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു 2022. പ്രൊഫസർ കാർത്തികേയൻ കമ്മീഷൻ. മലബാറിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത എന്ത് എന്നതിനെ കുറിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. ആ കമ്മീഷൻ 4 മാസത്തോളം 4 അംഗങ്ങളുള്ള കമ്മീഷൻ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ചില ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്, ചില പരിഹാര മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ മലബാറിലെ സ്കൂളുകളിൽ 65 കുട്ടികൾ പഠിക്കുമ്പോ ഒരു ബെഞ്ചിൽ പരമാവധി പോയാൽ പ്രത്യേകിച്ചുകൊണ്ട് കൗമാരക്കാരായ കുട്ടികൾ 4-ലധികം ഉണ്ടാകാൻ പാടില്ല എന്നതൊക്കെ വ്യവസ്ഥയാണ്. ഒരു ക്ലാസ്സിൽ തന്നെ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 50-ലധികം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന്. 50-ലധികം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ തൊട്ട് മുമ്പ് പ്രൊഫസർ ലെബയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചിരുന്നു ഹയർ സെക്കൻഡറിയെ കുറിച്ച് കൊണ്ട് പഠിക്കാൻ. ആ ലെബ കമ്മീഷന്റെ റിപ്പോർട്ടിലും പറയുന്നത് 40-ലധികം കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിൽ 50 പേരെ പരമാവധി പോകാമെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് 65 പേരാണ് നമ്മുടെ ക്ലാസ് മുറിയിലുള്ളത്. അതും ഔദാര്യം എന്ന നിലയ്ക്ക് ഏതാനും സീറ്റുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് കുട്ടികൾക്ക് മതിയായ വിധത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ആ സർക്കാരിന്റെ ബാധ്യതയാണ്. ഇത് ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഒരു ഔദാര്യമാണ് എന്ന നിലപാട് ആർക്കും വേണ്ട. ആരെങ്കിലും ഔദാര്യമായി ചെയ്തു തരേണ്ടതല്ല. തെക്കൻ കേരളത്തിൽ ഇത്ര വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ച സർക്കാരിന് ആ സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ട നികുതി പണം അത് മലബാറുകാരിൽ നിന്നുകൊണ്ട് വാങ്ങുന്ന നികുതി പണത്തിൽ ഒരളവും ഇന്നുവരെ സർക്കാർ അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ GSTയും ടാക്സും ഉൾപ്പെടെയുള്ള നികുതി പണം ഒരു തീപ്പെട്ടി വാങ്ങിയാൽ ആ തീപ്പെട്ടിയുടെ ഒരു വിഹിതം പോകുന്ന ഈ സർക്കാരിന്റെ ഫണ്ടിലേക്കാണ്.
ഇവിടത്തെ നികുതിയായി കൊണ്ടാ വാങ്ങുന്നത്. ഒരു കൊച്ചു കൂര പണിയുമ്പോ കഴിഞ്ഞ വർഷമൊക്കെ കുറഞ്ഞ പൈസ മതിയായിരുന്നു. ഇന്ന് അതിന്റെ 10 ഇരട്ടി സംഖ്യയാണ് സർക്കാരിന്റെ ഫണ്ടിലേക്ക് പഞ്ചായത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മലബാറിലും തെക്കൻ കേരളത്തിലും ഒരേ സ്വഭാവമാണ്. വാങ്ങേണ്ടതൊക്കെ കൃത്യമായി വാങ്ങുകയും നൽകേണ്ട കാര്യങ്ങളിലൊക്കെ വിവേചനം കാണിക്കുകയും ചെയ്യുക എന്ന് വരുമ്പോ അതിന്റെ മുമ്പിൽ നോക്കി നിൽക്കാൻ മലബാറുകാരെ സംബന്ധിച്ച് സാധ്യമല്ല. ഈ അനീതി അവസാനിപ്പിക്കണം. ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല. മറുപടി പറയാൻ കഴിയാതെ വരുമ്പോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കണക്കുകൾ കൊണ്ടുള്ള കളികളാണ്. ധവളപത്രം ഇറക്കട്ടെ, കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് സർക്കാർ മുമ്പിലേക്ക് കണക്ക് വെക്കട്ടെ. മലബാറിലെ ഓരോ ജില്ലകളിലുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വെച്ചുകൊണ്ട് കൃത്യമായി സർക്കാരിന്റെ ധവളപത്രം പുറത്തിറങ്ങട്ടെ. അത് ആധികാരികമായ രേഖയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് തനിക്ക് തോന്നുന്നത് വിളിച്ചു പറയാനുള്ള മേഖലയല്ല വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഈ വിവേചനം അവസാനിപ്പിച്ചാൽ പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കണം. ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ നാടിലൊക്കെ ചില ബഹളങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളത്. ചില വിഘടനവാദങ്ങളിലേക്ക് പോലും ഇത് എത്തിച്ചേരാറുണ്ട്. മലബാറെന്നും തെക്കൻ കേരളമെന്നും രണ്ടായി ഈ അനീതി കാണുമ്പോ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ കിട്ടിയേ പറ്റിയ. അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. മലബാറിലോ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? ഭരണാധികാരികൾ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത്. ഇന്ന് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇത് തന്നെയാണ്. വിഹിതം വെക്കുന്നോടൊന്ന് നീതി പാലിക്കുക എന്നത് പ്രത്യേകിച്ചുകൊണ്ട് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിഹിതം വെക്കുന്നിടത്ത് നീതി പാലിക്കണം. അത് ലംഘിക്കപ്പെടുന്നവൻ നരകത്തിലാണ് എന്നാണ് ഇസ്ലാമിന്റെ വിധി. ഇവിടെ മാന്യമായ വിധത്തിൽ വിഹിതം വെക്കണം. അത് ബോധ്യപ്പെടണം. അതിന്റെ അളവ് ബോധ്യപ്പെടണം. അത് നിർവഹിക്കാൻ സർക്കാർ തയ്യാറാണെങ്കിൽ ഇതൊരു അവസാന സമയമാണ്. സമരം ഇനിയും മാറും. ഇത് 4ാമത്തെ ഘട്ടമാണ്. എന്തായാലും ലക്ഷ്യം കണ്ടേ. പ്രത്യേകിച്ചുകൊണ്ട് സമത്വ പോലെയുള്ള സംഘടനകൾ അതിന്റെ കീഴിലുള്ള ഇതുപോലെ സമരമുഖത്ത് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ തെരുവിലൊന്നും SKSF കാണൂല. ഇതുപോലെ ബാനർ കെട്ടി, ഇതുപോലെ ഫ്ലക്സ് കെട്ടി, ഷീറ്റ് കെട്ടിയിട്ട് എവിടെങ്കിലും സമരം നടത്തിയ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ചരിത്രത്തിൽ വളരെ റെയറാണ്, അപൂർവമാണ്. ഒരുപാട് സമരങ്ങളൊന്നും കാണൂല. പക്ഷേ സമരം എവിടെങ്കിലും നടത്തിയാൽ അത് ഒറ്റപ്പെട്ടതേ ഉണ്ടാകൂ. പക്ഷെ ആ ഒറ്റപ്പെട്ടത് ലക്ഷ്യം കണ്ടിട്ടേ മാറാവൂ. അതുകൊണ്ട് സർക്കാർ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. മലബാറിനുള്ള അവകാശം ലഭ്യമാക്കണം. അതിനാവശ്യമായ അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കണം. കേരള ഗവൺമെന്റ് കേവലം മലപ്പുറത്ത് വെച്ച് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ശിവൻകുട്ടി മാത്രം ഈ കാര്യം കൈകാര്യം ചെയ്താൽ പോരാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം.
പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം, അടിയന്തരമായ ആക്ഷൻ ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക്, മലബാറിലെ കുട്ടികൾക്ക് തെക്കൻ കേരളത്തിൽ ലഭിക്കുന്ന പോലെയുള്ള മാന്യമായ അവകാശം മലബാറിൽ അനുവദിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാചകം ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.